ഞാനൊരു പാർട്ടിയിലും ചേരാൻ ഉദ്ദേശിക്കുന്നില്ല, അതാണ് അതിൻ്റെ വാസ്തവം. പക്ഷേ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പിന്നെ ഞാൻ അംഗത്വത്തിലേക്ക് വരാൻ എന്തൊക്കെ ചെയ്തു എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ സ്വാഭാവികമായിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ എഴുതിപ്പോയതാണ്. ആർക്കാണ് അവർ മാത്രം മതി ഈ പാർട്ടിയിൽ എന്നുള്ളൊരു ചിന്ത ഉള്ളത്? പലർക്കും അറിയാമല്ലോ, പാർട്ടിക്കകത്ത് ഇപ്പോൾ ഒരുപാട് വലതുപക്ഷ വ്യതിയാനം അല്ലെങ്കിൽ നയവ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പാർട്ടിക്ക് നിരക്കാത്ത ആളുകളും വ്യക്തികളും അതുപോലെ തന്നെ നയങ്ങളും ഒക്കെ പാർട്ടിക്കകത്ത് കടന്നുകൂടിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ല. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷവും തദ്ദേശ ഭരണത്തിൻ്റെ തോൽവിക്ക് ശേഷവും പാർട്ടി വളരെ വ്യക്തമായി കമ്മിറ്റിക്കകത്ത് ചർച്ച ചെയ്ത് പാർട്ടി കുറേ കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട് എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത്. അതിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പാർട്ടിക്കകത്ത് കടന്നുകൂടാൻ പാടില്ലാത്ത ഒരുപാട് പുഴുക്കുത്തുകളി പാർട്ടിക്കകത്ത് കടന്നുകൂടുകയും അതുപോലെ തന്നെയുള്ള വലതുപക്ഷ വ്യതിയാനം ഉൾപ്പെടെയുള്ള പാർട്ടിക്ക് നിരക്കാത്ത കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞതല്ല. ഇന്നലെ CPM പാലക്കാട് ജില്ലാ നേതൃത്വം നടത്തിയ പത്രസമ്മേളനത്തിനിടെ പറഞ്ഞത് പാർട്ടിയിൽ നിന്ന് ആരും പോകണം എന്ന് ആഗ്രഹിക്കുന്നില്ല, എല്ലാവരെയും ചേർത്ത് നിർത്താനും ഒപ്പം നിർത്താനാണോ ആഗ്രഹിക്കുന്നത്. പക്ഷേ സുരേഷിൻ്റെ കാര്യത്തിൽ മാത്രം അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുന്നില്ല എന്ന് തോന്നുന്നു. അതാണ് എനിക്ക് നിങ്ങൾ ചോദിച്ച സംശയം സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ പണ്ട് പറയായിരുന്നു, നീ വല്ല BJPയിലോ അല്ലെങ്കിൽ കോൺഗ്രസ്സിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയിൽ പോയി പ്രവർത്തിച്ച് കുറച്ചു കാലം കഴിഞ്ഞാൽ നിന്നെ നേരെ പാർട്ടിയിലേക്ക് എടുക്കുകയും നല്ല സംവിധാനങ്ങൾ നിനക്ക് ഒരുക്കുകയും ചെയ്യുമെന്ന് പലരും തമാശ രൂപത്തിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലത്തും പല പാർട്ടിയിൽ നിന്ന് വരുന്ന ആളുകളെ അക്കോമഡേറ്റ് ചെയ്യുന്നത് നല്ലതാണത്. നമ്മൾ പാർട്ടിയെ ശക്തിപ്പെടുത്താനാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സ്പേസ് ഉണ്ടാവണം എന്നാണ് എന്നെപ്പോലുള്ള ആയിരക്കണക്കിന് ആളുകൾ വിചാരിക്കുന്നത്. ഞാൻ മാത്രമല്ല, ഒരുപാട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ബലിയാടുകളായിട്ടുള്ള വിഭാഗീയതയുടെ പേരിൽ ബലിയാടുകളായിട്ടുള്ള ഒരുപാട് ആളുകൾ ജീവിതം നഷ്ടപ്പെട്ടിരിക്കുന്നുണ്ട്. അവരുടെ ശബ്ദമാണ് ഞാൻ പറഞ്ഞത്. ഈ KPCC നേതാക്കളോട് അപ്പോൾ പൂർണ്ണമായിട്ടൊരു നോ തന്നെയാണോ പറഞ്ഞിരിക്കുന്നത്? ഇല്ല, ഞാൻ നോന്നും പറഞ്ഞിട്ടില്ല, എസ്സും പറഞ്ഞിട്ടില്ല. അവരെന്നോട് സംസാരിച്ചു, വളരെ അനുഭവപൂർവ്വമായി സംസാരിച്ചത്, വളരെ റെസ്പെക്റ്റ്ഫുൾ ആയിട്ടാണ് എന്നോട് സംസാരിച്ചത്, എന്നെ അംഗീകരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. ഞാൻ അവരോട് നോന്നും പറഞ്ഞിട്ടില്ല, എസ്സും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു ടെസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? ഞാൻ ആലോചിക്കണം. എനിക്കിത് അല്ല, ഇതൊരു തീരുമാനം എടുക്കുന്നത് ചെറിയൊരു ദോശ ചുട്ടെടുക്കുന്നത് പോലെ തീരുമാനങ്ങളല്ലല്ലോ. ആളുകളുടെ വ്യക്തിത്വത്തെയും അതുപോലെ തന്നെ നയത്തെയും ഒക്കെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് വളരെ വേണ്ടപ്പെട്ട, എന്നെ സ്നേഹിക്കുന്ന പാർട്ടിക്കകത്തും പാർട്ടിക്ക് പുറത്തുമുള്ള ആളുകളായിട്ട് വളരെ പിന്നെ ആഴത്തിൽ ആലോചിക്കാനുണ്ട്. ഇപ്പോൾ അല്ല, അങ്ങനെ ചോദിച്ചാൽ എനിക്ക് വ്യക്തതയില്ല. എന്തായാലും അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരം കാര്യങ്ങൾ. അവർ കുറേ കാര്യങ്ങൾ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, നിങ്ങൾ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് വിഷയം മാത്രമല്ല, പല കാര്യങ്ങളും അവരോട് ഞാൻ സംസാരിച്ചു, അവരെന്നോട് സംസാരിച്ചു. അതിനൊക്കെ ഞാനൊരു ആലോചിച്ച് പറയാനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഏതെങ്കിലും രീതിയിൽ UDFന്റെ സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ, മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഒരുപക്ഷെ പ്രഭാകരനോ അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും. ഹൈപ്പോത്തിക്കലാണല്ലോ അത്, ആവുകയാണെങ്കിൽ എന്നുള്ളതല്ലേ. നമുക്ക് ആലോചിക്കാം. ഞാനിപ്പോൾ എന്തായാലും ഒരു തീരുമാനം അറിയിച്ചിട്ടില്ല. അറിയിക്കാൻ ഇന്ന് ഞാൻ തയ്യാറല്ല. എന്തായാലും എനിക്ക് കുറച്ച് ആലോചിക്കാനുണ്ട്.